പൊന്നാനി നഗരസഭയിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി പൊന്നാനി നഗരസഭയിലെ പൊതുജന ആരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ കർശന പരിശോധന നടത്തി. പരിശോധനയിൽ പഴകിയതും ദുർഗന്ധം വമിക്കുന്നതുമായ നിരവധി ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. ഹോട്ടൽ നമ്മൾ, റൗബ റെസിഡൻസി എന്നിവിടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. ഹോട്ടൽ സഫ, ഹോട്ടൽ ബോംബെ എന്നീ ഹോട്ടലുകളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തി. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ മധുസൂദനൻ നേതൃത്വം നൽകി. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു അന്നൂർ, വിജിൻ വി ഗോപാൽ, നന്ദനാദാസ് എന്നിവരും പരിശോധനാ സംഘത്തിൽ സന്നിഹിതരായിരുന്നു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും വൃത്തിഹീനമായ സാഹചര്യത്തിലും പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുത്തു. നിയമലംഘനം കണ്ടെത്തിയവർക്ക് നോട്ടീസ് നൽകുകയും പിഴ ചുമത്തുകയും ചെയ്തു. പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമലംഘനങ്ങൾ അനുവദിക്കില്ലെന്നും വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമായി തുടരുമെന്നും ക്ലീൻ സിറ്റി മാനേജർ അറിയിച്ചു. മനുഷ്യോപയോഗമല്ലാത്ത, ശുചിത്വ നിലവാരമില്ലാത്ത ഭക്ഷണ സാധനങ്ങളാണ് പ്രധാനപ്പെട്ട നഗരത്തിലെ ഹോട്ടലുകളിലടക്കം വിൽപ്പന നടത്തുന്നത്. ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുകയും ഒപ്പം ഉപയോഗിക്കുന്നതിനുള്ള ഭക്ഷണങ്ങളും സൂക്ഷിച്ചു വരുന്ന അവസ്ഥയാണ്. കറികളും മറ്റ് സാധന സാമഗ്രികളൊക്കെ ഫ്രീസറിൽ തളം കെട്ടി കിടക്കുകയാണ്. അടുക്കളയുടെ തറയാകെ വൃത്തിഹീനമായി കിടക്കുന്നു. അങ്ങനെയുള്ള ഒട്ടേറെ ന്യൂനതകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ നടന്ന പരിശോധനയുടെ ഭാഗമായിട്ട് ടൗണിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള ബസ് സ്റ്റാൻഡ്, ചമ്രോട്ടം ജംഗ്ഷൻ, കൊല്ലമ്പടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ നിന്നൊക്കെയുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയും വരും ദിവസങ്ങളിൽ കർശനമായിട്ട് പരിശോധന നടത്തുന്നതും അവർക്കെതിരെ ഈ ന്യൂനത പരിഹരിക്കുന്നതിന് നോട്ടീസ് നൽകി നിയമ നടപടികളും സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള പ്രധാന പ്രശ്നം ഈ മീൻ വിൽപ്പന സ്ഥാപനങ്ങളിൽ പഴകിയ മീൻ വിൽക്കുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ്.